പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. എക്സോഡസ് മീഡിയ മിനിസ്ട്രിയിലൂടെ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ വ്യാപരിപ്പാൻ ഇടയായിത്തീരട്ടെ. നമുക്ക് ഒരു പാട്ടിൻ്റെ ചില അടികൾ പാടി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കാം. ഡോണമോള് കൂടെയുണ്ട്. ഡോണമോള് വർഷിപ്പ് ലീഡ് ചെയ്യും. ചില വരികൾ പാടി കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം. നമുക്ക് Hallelujah, hallelujah. വരുന്നു നാഥാ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. വരുന്നു നാഥാ നിൻ സന്നിധിയിൽ യേശുവലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശുവലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. സ്തുതിച്ചു പാടിടും മഹിമ അങ്ങേക്ക്. എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. സ്തുതിച്ചു പാടിടും മഹിമ അങ്ങേക്ക്. എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. യേശുവലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. 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 വരുന്നു നാഥാ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. വരുന്നു നാഥാ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. യേശുവലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശുവലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല.
യേശുവെ പോലെ ആരുമില്ല. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ പാടാം, സ്തുതിക്കാം, ആരാധിക്കാം. ഈ നല്ല സമയത്തിനായിട്ട് ഒരു പ്രാവശ്യം കൂടെ കർത്താവിന് സ്തുതിയും മഹത്വം കരയേറ്റുകയാണ്. എല്ലാ വാത്സല്യമുള്ള ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിപ്പാനിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമുക്ക് ധ്യാനിക്കുവാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. പ്രത്യേകിച്ചും എൻ്റെ ചിന്തയിലേക്ക് വന്ന വളരെ അധികം നാം കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ് ഒന്നിച്ച് ധ്യാനിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നുള്ള ഒരു അമ്മച്ചി പാടുന്ന ഒരു പാട്ട് കേൾക്കുവാനിടയായി തീർന്നു. ഒരു പഴയ പാട്ടാണ്. നമ്മൾ സൺഡേ സ്കൂളിലും VBSലും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു തമിഴ് പാട്ടിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ആ പാട്ടിൻ്റെ ട്യൂണും വരികളും ഒക്കെ കേട്ടിട്ട് തമിഴ് പാട്ട് ഇങ്ങനെയാണ്: ആഹാ അത്തിമരം പോൽ എത്തന പേർകൾ വാഴ്കിൻ്റെ ആളുകൾ. ചെറിയ പ്രായത്തിൽ സൺഡേ സ്കൂളിലൊക്കെ ആ പാട്ട് ഞാനും പഠിച്ചിട്ടുണ്ട്. അമ്മച്ചി ഈ പാട്ട് മലയാളത്തിലാക്കി പാടുകയാണ്. അത്തിമരം പോലെ എത്ര ആളുകളുണ്ട്, അവരെ കർത്താവിലാണെന്നാണ് പറയുന്നത്, പക്ഷേ അർത്ഥമില്ലാത്ത ഒരു ജീവിതം നയിക്കുകയാണ്. കർത്താവ് അവരിൽ ഫലം തിരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന ഒരു പാട്ട്. അപ്പോൾ ആ പാട്ട് കേട്ടപ്പോൾ, കഴിഞ്ഞ ദിവസം ആ പാട്ട് കേട്ടപ്പോൾ, ഈ ദിവസങ്ങളിൽ എന്നോട് ദൈവം സംസാരിക്കുന്ന ഒരു വേദഭാഗവുമായിട്ട് അതിന് ഒത്തിരി ബന്ധമുള്ളത് കൊണ്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വന്ന് എക്സോഡസ് മീഡിയ മിനിസ്ട്രിയുടെ ഈ ഒരു ഫേസ്ബുക്ക് ലൈവിൽ ആ വചനങ്ങൾ ദൈവമക്കളുമായിട്ട് പങ്കുവെക്കാമെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ടു. ഞങ്ങളുടെ ചർച്ചിൻ്റെ വെള്ളിയാഴ്ച ഫാസ്റ്റിംഗ് പ്രേയറിനും ഞാൻ ഈ കാര്യം പറഞ്ഞതാണ്. കാരണം വെള്ളിയാഴ്ച ഫാസ്റ്റിംഗ് പ്രേയർ നടക്കുന്ന അന്ന് വെള്ളിയാഴ്ച, കഴിഞ്ഞ വീക്കിലെ വെള്ളിയാഴ്ച രാവിലെയാണ് ഞാൻ ഈ സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം വളരെ വിചിത്രമായൊരു സ്വപ്നമാണ്. ഞാൻ എന്തോ ഒരു ഫലം കഴിക്കുന്നതാണ് സ്വപ്നത്തിൽ കാണുന്നത്. സ്വപ്നത്തിൽ നമ്മളൊക്കെ നല്ല സമൃദ്ധമാകുന്ന, വിഭവസമൃദ്ധമാകുന്ന സദ്യ കഴിക്കാറില്ലേ? പക്ഷേ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ വലിയ ഇച്ഛാഭംഗമാണ്. ആ സംതൃപ്തിയോട് കഴിച്ചുകൊണ്ടിരുന്ന ഒരു സദ്യ നഷ്ടപ്പെട്ടല്ലോ എന്ന സങ്കടം. പക്ഷേ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കാണുന്നത്, രാവിലെ കണ്ടുണരുന്നത്, പകുതി ഫലം കഴിച്ചിട്ട് ഞാൻ ഉണർന്നു പോവുകയാണ് ചെയ്യുന്നത്. അന്ന് രാവിലെ അങ്ങനെയാണ് ഉണർന്നത്. ഞാൻ കാണുന്നത്, ഞാൻ കഴിക്കുന്ന ഫലം അല്പം വലിയ എന്തോ ഒരു സാധനമാണ് കഴിക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ മാങ്ങയാണോ ഇങ്ങനെയാണോ എന്നൊന്നും പറയത്തക്കൊണ്ട് എനിക്ക് ആ സ്വപ്നത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ ഒരു ഫലം ഞാൻ കഴിക്കുന്നു. ഞാനത് കടിച്ചു മുറിക്കുമ്പോൾ, ഓരോ ഭാഗം മുറിക്കുമ്പോൾ അതിൻ്റെ അകം കറുത്ത് കേടുവന്ന ചീത്തയായ ഫലമാണ്. കടിച്ചിട്ട് ആ ഭാഗം ഞാൻ തുപ്പിക്കളയുന്നു. എൻ്റെ പ്രതീക്ഷ ഇനിയും കടിക്കുമ്പോൾ നല്ല ഭാഗം കിട്ടും. പിന്നെയും കടിക്കുന്നു. ആ ഭാഗം മുഴുവൻ കടിച്ച് ആ ഭാഗം മുറിച്ച് കഴിയുമ്പോൾ അകത്ത് പിന്നെയും കേടായ ഫലം, അകത്ത് നല്ല കറുത്ത കളറിൽ ചീത്തയായിപ്പോയ ഫലം. ഏതാണ്ട് ആ പഴത്തിൻ്റെ, ആ ഫലത്തിൻ്റെ പകുതിയോളം ഞാൻ കടിച്ച് മുറിച്ച് തുപ്പിക്കളഞ്ഞിട്ടും അല്പം പോലും നല്ലയായ ഒരു ഭാഗം അതിനകത്ത് കിട്ടുവാനിടയായിത്തീരുന്നില്ല. നല്ല പഴം, നല്ല ഫലം കിട്ടുവാനിടയായിത്തീരുന്നില്ല. അകം മുഴുവൻ പൊള്ളയായ അല്ലെങ്കിൽ ചീത്തയായ ഒരവസ്ഥയാണ്. ഫലം പുറമേ നിന്ന് നോക്കിയാൽ ഒരു കേടുമില്ല, നല്ല മനോഹരമായ ഫലം. ഈ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ രാവിലെ ഉണരുവാനിടയായിത്തീർന്നത്. അന്നത്തെ ഫാസ്റ്റിംഗ് പ്രേയറിന് ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങളോടൊപ്പം ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ ബ്രാഞ്ച് ചർച്ചിൻ്റെ പാസ്റ്റർ ജോസ് ജേക്കബാണ് വെള്ളിയാഴ്ച ഫാസ്റ്റിംഗ് പ്രേയറിന് വചനം ആരംഭത്തിൽ പറഞ്ഞത്. അദ്ദേഹം വാക്യങ്ങൾ വായിച്ച് വചനം സംസാരിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നിന്ന് ദൈവദാസൻ സംസാരിക്കുവാനിടയായി തീർന്നു. ന്യായപ്രമാണപ്രകാരം ആയിരിക്കുന്ന ആ ഒരു അനുഭവത്തെക്കുറിച്ചൊക്കെ 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അവിടെ ആ വാക്യം ഇങ്ങനെയാണ്: നാം ഫലം പുറപ്പെടുവിക്കേണ്ടതിന്, റോമാലേഖനം 7-ാം അധ്യായം, 1 കൊരിന്ത്യർ ലേഖനമല്ല, റോമാലേഖനം 7-ാം അധ്യായം. ഫലം പുറപ്പെടുവിക്കേണ്ടതിന് ക്രിസ്തുവിനോടുകൂടെ നാം ജീവിച്ചിരിക്കുന്നു എന്ന വചനം ദൈവദാസന് പറവാനിടയായി തീർന്നു. അപ്പോൾ ആ വചനം പറഞ്ഞപ്പോൾ രാവിലെ ഞാൻ കണ്ട സ്വപ്നത്തിൽ ആ മോശമായ ഫലത്തെക്കുറിച്ചുള്ള ഓർമ്മ എനിക്ക് വരുവാനിടയായി തീർന്നു. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം: അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ
വേറൊരുത്തന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ഇതാ വാക്യം, ജോസ് പാസ്റ്റർ വായിച്ച വാക്യമാണ്. ന്യായപ്രമാണ പ്രകാരം നമ്മൾ മരിച്ചതുകൊണ്ട് നാം ദൈവത്തിന് ഫലം പുറപ്പെടുവിക്കുന്നവരായിത്തീരും. അപ്പോൾ രാവിലെ ഫലത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നു. അന്നത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പ്രാരംഭ സന്ദേശം പറഞ്ഞ ദേവദാസൻ ഫലം പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ചൊരു വാക്യം വായിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി ദൈവത്തിൻ്റെ ആത്മാവ് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. അന്ന് വെള്ളിയാഴ്ച രണ്ടാമത് ഞാൻ ആ വചനം കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറവാനിടയായി തീർന്നു. ദൈവം നമ്മിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും പലപ്പോഴും നമ്മളിൽ നിന്ന് നല്ല ഫലമല്ല പുറത്തു വരുന്നത്. യേശു കർത്താവ് തന്നെ സുവിശേഷങ്ങളിൽ നാം പല ഭാഗത്ത് വായിക്കുന്നുണ്ട്, വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാമെന്ന് പറവാനിടയായി തീർന്നു. പ്രത്യേകിച്ചും ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം 43-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം, ചീത്ത വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലം പുറപ്പെടുവിക്കുവാനിടയായി തീരും. അവിടെ ചീത്ത വൃക്ഷം എന്ന പദം, മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം, ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത് റോട്ടൺ ട്രീ എന്നാണ്. റോട്ടൺ ഫ്രൂട്ട്, അല്ലെങ്കിൽ ചീഞ്ഞുപോയ ഫലം, ചീഞ്ഞുപോയ വൃക്ഷത്തിൽ നിന്ന് പുറത്തു വരുവാനിടയായിത്തീരുന്നു. അപ്പോൾ വേദപുസ്തകത്തിൽ നല്ല ഫലം പുറപ്പെടുവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ പല വൃക്ഷങ്ങളിൽ നിന്നും ചീഞ്ഞ ഫലമാണ് പുറപ്പെടുവിക്കുന്നതെന്ന് നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. ഇത് എൻ്റെ മനസ്സിൽ ഒരു ചിന്ത തരുവാനിടയായിത്തീർന്നു. അതായത് സത്യത്തിൽ വൃക്ഷത്തിൽ നിൽക്കുന്ന ഫലം ചീഞ്ഞ ഫലമാകുവാൻ സാധ്യതയുണ്ടോ? വൃക്ഷത്തിൽ നിന്ന് ഫലം പൊട്ടി താണ വീണ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടല്ലേ ഒരു ഫലം ചീഞ്ഞു പോകുന്നത്. വൃക്ഷത്തിൽ തന്നെ നിൽക്കുമ്പോൾ അത് ചീഞ്ഞു പോകുവാൻ സാധ്യതയുണ്ടോ എന്നൊരു ചിന്ത എനിക്ക് വരുവാനിടയായി തീർന്നു. എന്താണ് വാക്യം? റോട്ടൺ ഫ്രൂട്ട്, അല്ലെങ്കിൽ ചീഞ്ഞു പോയ ഫലം ചീഞ്ഞ വൃക്ഷത്തിൻ്റെ അനുഭവമാണ് എന്ന് പറയുമ്പോൾ അതെത്രമാത്രം ശരിയായിത്തീരും എന്ന് ഞാൻ ചിന്തിക്കുവാനിടയായി തീർന്നു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ പറമ്പിൽ ഒരു മാവുണ്ടായിരുന്നു. ആ മാവിൻ്റെ പ്രത്യേകത, ആ മാവിലുള്ള മാങ്ങ വിളഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പുഴു പിടിക്കുവാനിടയായിത്തീരും, കേടാകുവാനിടയായിത്തീരും. ഒരിക്കൽ പോലും ആ മാങ്ങ പഴുത്ത് വീണ് നമുക്ക് ഭക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം പഴുത്ത് വീഴുമ്പോൾ തന്നെ പുഴുവോടുകൂടിയാണ് ഈ മാങ്ങ വിളഞ്ഞ് പഴുത്ത് വീഴുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടുകാരൊക്കെ പറയുമായിരുന്നു, അപ്പച്ചനും അമ്മച്ചിയൊക്കെ പറയുമായിരുന്നു, ഈ മാവിനകത്ത് കേടുണ്ട്, ഈ മാവിനകത്ത് പുഴുവുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാം കേട്ടോ. ചില വൃക്ഷത്തിൻ്റെ ഫലത്തിന്, ആ വൃക്ഷത്തിനുള്ള കേടുകൊണ്ട് ഫലത്തിന് കേടുണ്ടാകുന്നു. എല്ലാ മാവിൻ്റെയും ഫലത്തിൻ്റെ ടേസ്റ്റ് ഒന്നാണോ? എല്ലാ പ്ലാവിൽ നിന്നുണ്ടാകുന്ന ചക്കയ്ക്ക് ഒരേ ടേസ്റ്റാണോ? ചിലത് കാശിന് കൊള്ളത്തില്ല, കഴിക്കാൻ കൊള്ളത്തില്ല, പേരിന് ചക്കയ മാങ്ങായ എന്നൊക്കെ പറഞ്ഞാലും ആ മരം ചീത്തയായതുകൊണ്ട്, അല്ലെങ്കിൽ ചീഞ്ഞതായതുകൊണ്ട് അതിൻ്റെ ഫലവും ചീഞ്ഞതായി തീരുവാൻ ഇടയായിത്തീരുന്നു. ഇതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി. എന്താണെന്നറിയാമോ? നമ്മളാകുന്ന വൃക്ഷം ചീത്തയാണെങ്കിൽ നമ്മളിൽ നിന്ന് വരുന്ന ഫലവും ചീത്തയായിരിക്കും. നമ്മിൽ നിന്നൊരിക്കലും നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയില്ല. ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മിൽ നിന്ന് നല്ല ഫലം പുറപ്പെടുവിക്കണമെന്ന്. പക്ഷേ നാം ചീത്തയായതുകൊണ്ട്, വൃക്ഷം ചീത്തയായതുകൊണ്ട് നമ്മിൽ നിന്ന് എത്തരത്തിലുള്ള ഫലം പുറപ്പെടുവിക്കുവാൻ ഇടയായിത്തീരുന്നു? ചീഞ്ഞ ഫലം, അല്ലെങ്കിൽ ചീത്തയായ ഫലം പുറപ്പെടുവിക്കുവാൻ ഇടയായിത്തീരുന്നു. ദൈവമക്കളെ, ഇവിടെയാണ് ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്. റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നത്, നന്മ എന്നിൽ വസിക്കുന്നില്ലെന്ന്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തത്, എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. നന്മ വസിക്കാത്ത എൻ്റെ ജഡത്തിൽ നിന്ന് എൻ്റെ ജഡത്തിൻ്റെതാകുന്ന എന്തൊക്കെ ഫലം പുറത്തു വന്നാലും അത് ജഡസ്വഭാവമുള്ള ഫലമായിരിക്കും, അത് ചീത്തയായ ഫലമായിരിക്കും, അതൊരിക്കലും അനുഗ്രഹിക്കപ്പെട്ട ഫലമായി തീരത്തില്ല. ചീഞ്ഞ വൃക്ഷത്തിൽ നിന്ന് ചീത്തയായ ഫലം പുറത്തു വരുവാനിടയായിത്തീരുന്നു. ജഡത്തിൽ നിന്നുള്ള ഫലമാണ്, നന്മ വസിക്കാത്ത ജഡത്തിൽ നിന്നുള്ള ഫലമാണ്. ദൈവമക്കളെ, ഒരു കാര്യം നാം മനസ്സിലാക്കണം. നമ്മുടെ ആത്മീയ ശരീരത്തിൽ നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന മറ്റൊരു സിസ്റ്റമുണ്ട്. അതാണ് പൗലോസ് പറയുന്നത്, എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല, എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ല. ആത്മാവ് കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, സന്തോഷിക്കുന്നു. പക്ഷേ എൻ്റെ ആത്മാവിൻ്റെ നല്ല ഇഷ്ടങ്ങളോട് പോരാടുന്ന മറ്റൊരു വ്യവസ്ഥ, മറ്റൊരു സിസ്റ്റം എൻ്റെ ശരീരത്തിൽ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും
നമ്മളെന്ന് പറയുമ്പോൾ ആത്മീകരിൽ നിന്ന്, ദൈവമക്കളിൽ നിന്ന് ഈ ജഡത്തിൻ്റെ ഫലങ്ങൾ പുറത്തു വരുന്നത്. പലപ്പോഴും പകയും വിദ്വേഷവും പിണക്കും അസൂയ മത്സരം ഈഗോ ഇഷ്യൂസ് എത്രയോ ജഡത്തിൻ്റെ ഫലങ്ങളാണ് നമ്മളിൽ നിന്നൊക്കെ പുറത്തു വരുന്നത്. ഞാൻ രാവിലെ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഫലം പുറമേ ഒത്തിരി നല്ലതാണെങ്കിലും അതിനകം മുഴുവൻ ചീത്തയായിപ്പോയ ഫലമാണ്, ആർക്കും പ്രയോജനമില്ലാത്ത ഫലമാണ്. ഒരു കാര്യം എൻ്റെ കേൾവിക്കാരോട് എല്ലാവരോടും പറയുന്നു, യേശു കർത്താവ് ഇന്നും എന്നിലും നിന്നിലും ഫലം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മളങ്ങനെ കാണുന്നുണ്ട്. യേശു കർത്താവ് അത്തിയിൽ ഫലം തിരഞ്ഞു. എന്നിട്ട് എന്താ കിട്ടിയത്? അത്തിയിൽ ഫലം തിരിഞ്ഞിട്ട് നിറയെ ഫലം കിട്ടിയോ? ഇല്ല, ഒരു ചീത്ത ഫലം പോലും കിട്ടിയില്ല. ഇല മാത്രമാണ് കണ്ടതെന്ന് പറയുന്നു. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ആ അമ്മച്ചി പാടിയ പാട്ട്, ഇന്നും അത്തിമരം പോലെ ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. യേശു കർത്താവ് അവരിൽ ഫലം തിരയുമ്പോൾ അവരിൽ നിന്ന് ഫലം കിട്ടുവാനിടയായിത്തീരുന്നില്ല. ഇലയുണ്ട്, ഒത്തിരി ഇലയുണ്ട്, കാഴ്ചയ്ക്ക് വളരെ കരുത്തുള്ള പച്ചപ്പുള്ള സ്ട്രോങ് ആയിട്ടുള്ള അത്തിവൃക്ഷം. പക്ഷേ ഇലയല്ലാതെ അവിടെ ഒരു ഫലവും കിട്ടുവാനിടയായിത്തീരുന്നില്ല. കർത്താവ് നമ്മിൽ ഫലം തിരയുമ്പോൾ നമ്മിൽ നിന്ന് കിട്ടേണ്ടത് ഏറ്റവും നല്ല ഫലമാണ്. പ്രവാചകൻ ഒരിക്കലും ഇങ്ങനെ പറവാനിടയായി തീർന്നല്ലോ, ഞാൻ തിരയുന്ന അത്തിയുടെ തലപ്പഴം എനിക്ക് കിട്ടുന്നില്ല, കാലാപറക്കുന്നവനെ പോലെ ഞാനായിരിക്കുന്നു. തലപ്പഴം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പഴം എന്നാണ് അതിൻ്റെ അർത്ഥം, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പഴമെന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എത്ര തിരിഞ്ഞു നോക്കിയാലും ഉപേക്ഷിക്കപ്പെട്ട കൊള്ളാത്ത ഒരു ഫലം പോലുമില്ലാത്ത അവസ്ഥയിലേക്ക് നാം മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ ജീവിതാനുഭവമായിരിക്കുന്നതിനുള്ള കാരണം നമ്മുടെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ജഡത്തിൽ നിന്നാണ് പല ഫലങ്ങളും നമ്മൾ പുറപ്പെടുവിക്കുന്നത്. ജഡത്തിൽ നിന്ന് പുറത്തു വരുന്ന ആ ഫലങ്ങൾക്ക് ഒരിക്കലും നല്ലതാകുവാൻ കഴിയില്ല. എൻ്റെ ജഡത്തിൻ്റെ അകത്ത് അസൂയുള്ളത് കൊണ്ട്, പകയുള്ളത് കൊണ്ട്, പിണക്കമുള്ളത് കൊണ്ട്, ഞാനൊരു ജഡീകനായതുകൊണ്ട് എന്നിൽ നിന്ന് ആ ജഡത്തിൻ്റെ ഫലങ്ങൾ എപ്പോഴും പുറത്തു വരുവാൻ ഇടയായിത്തീരുന്നു. നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ എന്ത് ചെയ്യണം? ആ ലേഖനം 7-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുവാനിടയായി തീർന്നു, നാം മരിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ജഡസ്വഭാവം മരിക്കുവാനിടയായിത്തീരണം. അങ്ങനെ മരിച്ച് ജീവിച്ചെഴുന്നേറ്റെങ്കിൽ മാത്രമേ നല്ല ഫലം നമ്മിൽ നിന്ന് പുറത്തു വരത്തുള്ളൂ. ദൈവത്തിന് നല്ല ഫലം കായ്ക്കണമെങ്കിൽ നമ്മുടെ ജഡസ്വഭാവങ്ങളെ മരിപ്പിക്കുന്നതിൽ നാം വിജയിക്കണം. അതുകൊണ്ടാണ് അടുത്ത അധ്യായത്തിൽ 8-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ജഡത്തെ അനുസരിച്ച് നടക്കുന്നില്ല. ജഡത്തെ അനുസരിച്ച് നടന്നാൽ, ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്താൽ ഞാൻ ജഡത്താൽ മരിക്കുവാനിടയായിത്തീരും. എന്നാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ പുറത്തു വരുന്ന ഫലം ജഡത്തിൻ്റെ ഫലമല്ല, ആത്മാവിൻ്റെ ഫലമാണ്. ഇന്ന് നമുക്കൊക്കെ വരുന്ന ഒരു വലിയ പരാജയം എന്ന് പറഞ്ഞാൽ, നാം പലപ്പോഴും വളരെ ജഡീകരായിട്ടാണ് ജീവിക്കുന്നത്, ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നത്. ജഡീകരെന്ന് പറഞ്ഞാൽ എന്താ? പൗലോസ്ലീഹ കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ആത്മീകരും ജഡീകരും. പ്രാകൃത മനുഷ്യൻ, ജഡിക മനുഷ്യൻ, ആത്മീകൻ, 3 തരത്തിലുള്ള മനുഷ്യനെക്കുറിച്ച് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. പ്രാകൃത മനുഷ്യൻ ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തവനാണ്. അവന് ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുവാൻ കഴിയത്തില്ല, ദൈവശബ്ദം ഗ്രഹിക്കുവാൻ അവന് കഴിയത്തില്ല. ലോകമനുഷ്യരാ, അവൻ പ്രാകൃത മനുഷ്യനാണ്. പ്രാകൃത മനുഷ്യൻ അല്ലാതെ ഉള്ളത് പിന്നെ ദൈവമക്കളാണ്, അല്ലേ? 2 ഗ്രൂപ്പേ ഉള്ളൂ, ഒന്നിൽ ലോകമനുഷ്യൻ അല്ലെങ്കിൽ ദൈവമക്കൾ. പ്രാകൃത മനുഷ്യൻ ലോകമനുഷ്യനായതുകൊണ്ട് ദൈവത്തിൻ്റെ സന്ദേശം, വചനം ഗ്രഹിക്കുവാൻ അവന് കഴിയത്തില്ല. അപ്പോൾ ഇനിയും ബാക്കിയുള്ള ഗ്രൂപ്പ് ദൈവമക്കളോ? ഈ ദൈവമക്കളെ തന്നെ പൗലോസ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഒന്നാമത്തെ ഗ്രൂപ്പ് ആരാണെന്നറിയാമോ? ഈ ദൈവമക്കളിൽ ഒന്നാമത്തെ ഗ്രൂപ്പ്, അവരെക്കുറിച്ച് പറയുന്നത് ജഡികന്മാരെന്നാണ്. ജഡികന്മാരെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വർഷങ്ങളായി വിശ്വാസത്തിൽ വന്നിട്ട് പക്ഷേ ഇപ്പോഴും ആത്മീക വളർച്ച പ്രാപിച്ചിട്ടില്ല. ക്രിസ്തുവിൽ അവർ ശിശുക്കളാണ്. അവരെ വിളിക്കുന്ന പേര് ജഡികന്മാർ. അവരിപ്പോഴും നടക്കുന്നത് ജഡത്തെ അനുസരിച്ചാണ്, ആത്മാവിനെ അനുസരിച്ചല്ല അവർ സഞ്ചരിക്കുന്നത്. അവരുടെ ക്രിസ്തീയ ജീവിതം ജഡത്തെ അനുസരിച്ചുള്ള ക്രിസ്തീയ ജീവിതമാണ്. പൗലോസ് പറയുന്നുണ്ടല്ലോ റോമാലേഖനത്തിൽ തന്നെ, പൗലോസ് പറയുന്നുണ്ടല്ലോ കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ, 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു. ശിശുവായിരുന്നപ്പോൾ, അതായത് വളർച്ചയുടെ തുടക്കത്തിൽ.
ശിശുവിനെ പോലെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ശിശുക്കൾ ബാലിശമായിട്ട് സംസാരിക്കുന്നവരാണ് അല്ലേ? ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അവർ പിണങ്ങുന്നവരാണ്. സ്കൂളിൽ പോയിട്ട് കുട്ടികൾ വന്നിട്ട് അമ്മേ അവൻ ഇന്നെന്നെ പിച്ചി, ഇന്നെന്നെ മാന്തി, നുള്ളി എന്നൊക്കെ പരാതി പറയുന്നത് കേട്ടിട്ടില്ലേ? എൻ്റെ പെൻസിൽ അവൻ എടുത്തുകൊണ്ട് പോയി. വലിയ പരാതിക്കാരാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ നഴ്സറി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ പരാതിയുടെ പെട്ടി അങ്ങ് തുറക്കുകയാണ്. അവർക്ക് പരാതിയും പരിഭവവും പകയും പിണക്കവും കുശുമ്പും കുഞ്ഞായ്മയും ഇതൊക്കെ അവർക്കുള്ളൂ. പക്ഷെ പ്രായമായി കഴിയുമ്പോൾ അങ്ങനെ ആരെങ്കിലും സംസാരിക്കുമോ? പ്രായമായി കഴിയുമ്പോൾ എന്നെ നുള്ളി പിച്ചി എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും കംപ്ലൈൻറ്റ് പറയുമോ? ഇതാ പോലീസ് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ച്, മുതിർന്നപ്പോൾ ഞാൻ ആ പഴയ ശിശുവിനെ പോലെയല്ല സംസാരിക്കുന്നത്, ഞാൻ മുതിർന്ന വ്യക്തിയെ പോലെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ കൊരിന്ത്യർ പോലീസ് ആരംഭത്തിൽ എന്താ പറഞ്ഞത്? നിങ്ങൾ ജഡീകരാണ്. കാരണം നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും പകയും പിണക്കവും അസൂയയും ഇങ്ങനെയുള്ള വാദവിവാദങ്ങളും ഇങ്ങനെയുള്ള മത്സരങ്ങളും ഒക്കെ കിടക്കുന്നത് കൊണ്ട്, പക കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോഴും ക്രിസ്തുവിൽ ശിശുക്കളാണ്. 30 വർഷം 40 വർഷമൊക്കെ വിശ്വാസത്തിലായിട്ട്. പക്ഷേ ആത്മീക വളർച്ചയില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ, ഫീഡിംഗ് ബോട്ടിലൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വളരെയധികം ആത്മീകമായിട്ട് താഴെക്കിടയിൽ ജഡികന്മാരായി ജീവിക്കുന്നവർ. ഇവർ ദൈവമക്കളാകട്ടോ, പക്ഷേ അല്പം കട്ടിയായ ആഹാരം അവർക്ക് ദഹിക്കത്തില്ല. അവർ ഈ ആദ്യപാഠങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒക്കെ ഇരിക്കുന്ന ആളുകളാണ്. പക്ഷേ ദൈവമക്കളിൽ രണ്ടാമത്തെ ഗ്രൂപ്പ് ആരാന്നറിയുമോ? അവരാത്മീകരാണ്. ആത്മികൻ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. ക്വാളിറ്റി വേറെയാ. ആ കുഞ്ഞെന്നുള്ള നിലയൊക്കെ മാറി. പൗലോസ് പറയുന്നത് പോലെ ആത്മിക വളർച്ച പ്രാപിച്ചു. ഇപ്പോൾ ശിശുവിനെ പോലെ അല്ല സംസാരിക്കുന്നത്, മുതിർന്നവനെ പോലെയാണ് സംസാരിക്കുന്നത്. ആ ഒരു ആത്മിക നിലവാരത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ദൈവസഭയ്ക്കകത്തുള്ള ഒരു നല്ല പങ്കാളികളും ഈ ആത്മിക വളർച്ച പ്രാപിച്ച് ആത്മികൻ എന്ന ലെവലിലേക്ക് എത്തിയിട്ടില്ല. ആത്മികൻ ദൈവത്തിൻ്റെ ആഴങ്ങളെ അറിയുന്നവനാണ്. ആത്മികൻ ആരും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ആത്മിക മർമ്മങ്ങളെ ഗ്രഹിക്കുന്നവനാണ്. അങ്ങനെയല്ലേ പൗലോസ് പറയുന്നത്? ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല. നമ്മളവിടെ വരെ വായിച്ചു നിർത്തും. അതിൻ്റെ അടുത്ത വാക്യത്തിൽ എന്താ പറയുന്നത്? അത് ദൈവം ആത്മികന് വെളിപ്പെടുത്തി കൊടുക്കുമെന്ന്. അപ്പോൾ ഇനി നമ്മൾ പറയില്ല ഒരു കണ്ണും കണ്ടിട്ടില്ല, കാതും കേട്ടിട്ടില്ലെന്ന്. പിന്നെന്താ പറയേണ്ടതെന്നറിയോ? ആരും കാണാത്തത് കേൾക്കാത്തത് ആത്മികന് വെളിപ്പെട്ട് കിട്ടും. ജഡികനല്ല കേട്ടോ. ജഡികൻ അങ്ങനെയുള്ള വെളിപ്പാട് പ്രാപിപ്പാനുള്ള കരുത്ത് ഒന്നുമില്ല. ജഡികൻ ഇപ്പോഴും ബാലപാഠങ്ങൾ പഠിക്കുന്ന, ABCD പഠിക്കുന്ന, പാല് കുടിക്കുന്ന ശിശുവായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ജഡികൻ്റെ അകത്തു നിന്ന്, ജഡത്തെ ജയിക്കുവാൻ കഴിയാത്തവൻ്റെ അകത്തു നിന്ന്, ഇന്ദ്രിയ ജയം പ്രാപിക്കുവാൻ കഴിയാത്തവൻ്റെ അകത്തു നിന്ന്, ജഡത്തെ അനുസരിച്ച് നടക്കുന്നവൻ്റെ അകത്തു നിന്ന് വരുന്ന ഫലങ്ങൾ എങ്ങനെയുള്ള ഫലങ്ങളായിരിക്കും? ഈ പറഞ്ഞ പകയുടെ ഫലം, ഈ പറഞ്ഞ ദേഷ്യം, അസൂയ, അത്യാഗ്രഹം, എന്തൊക്കെ ജഡത്തിൻ്റെ സ്വഭാവങ്ങളുണ്ടോ അല്ലേ? ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ നമുക്കറിയാം. ജഡമോഹവും കൺമോഹവും ജീവനത്തിൻ്റെ പ്രതാപവും ഒക്കെ നമ്മുടെ ജഡത്തിൻ്റെ അകത്ത് കിടന്നിങ്ങനെ നമ്മെ ടെംപ്റ്റേഷൻ തന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ എല്ലാം ഫലമാണ് പുറത്തു വരുന്നത്. അധികാരം, പണം, പ്രശസ്തി, പവറ്, ഇതിനു വേണ്ടിയുള്ള ഓട്ടം, ഇതെല്ലാം നമ്മുടെ അകത്തങ്ങ് നിറഞ്ഞിരിക്കുക. സത്യമല്ലേ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമുക്ക് ആത്മീക വളർച്ച പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മൾ ജഡികരാണ്. ഇപ്പോഴും നമ്മൾ ക്രിസ്തുവിൽ ശിശുക്കളാണ്. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഫലമുണ്ടോ? ഫലം പലരിലും ഇല്ല. ഏത് ഫലമില്ല? നല്ല ഫലമില്ല. ഗുരു തിരയുന്ന നല്ല ഫലം നമ്മളിലില്ല. അതിൽ ഫലം തിരിഞ്ഞ ഗുരുവിന് ഒരു നല്ല ഫലം കിട്ടാത്തതുപോലെ. പക്ഷേ അത്തിക്ക് ഭയങ്കര തളിർപ്പാണ് കേട്ടോ. കാഴ്ചക്കാരൊരിക്കലും പറയത്തില്ല അത്തി മോശമാണെന്ന് പറയത്തില്ല. ഇലയല്ലാതെ മറ്റൊന്നും കണ്ടില്ല എന്ന് പറയുമ്പോൾ വളരെയധികം തഴച്ച് വളർന്നു നിൽക്കുന്ന ഒരത്തി. പുറമേ നോക്കിയാൽ ആരും ഒരു കുറ്റവും പറയത്തില്ല. എൻ്റെ സ്വപ്നത്തിൽ കണ്ട പഴത്തെ പോലെ പുറമേ നല്ല ഭംഗിയാണ്, പക്ഷേ അകം മുഴുവൻ പൊള്ളയായ അവസ്ഥ, അകം മുഴുവൻ ചീത്തയായ അവസ്ഥ. നമ്മുടെയൊക്കെ ആത്മീയജീവിതം അങ്ങനെയാണോ? ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലയോ? ഗുരു നമ്മളിൽ ഫലം തിരയുന്നുവെന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ ഒരു അത്തിയിൽ അതിൻ്റെ യജമാനൻ ഫലം തിരിഞ്ഞതിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഫലം തിരിഞ്ഞിട്ടും ആ അത്തിയിൽ നിന്ന് ഫലം
ലഭിക്കുവാനിടയായിത്തീരുന്നില്ല. അപ്പോൾ തോട്ടക്കാരൻ പറയുന്നത്, 1 വർഷം കൂടെ അതിനെ നിർത്താം, കിളച്ച് വളമിട്ട് ഒന്നുകൂടെ ഒന്ന് പരിശ്രമിച്ച് നോക്കാം, അടുത്ത വർഷം ഫലം പുറപ്പെടുവിച്ചാലോ. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മളിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കാത്തതിൻ്റെ കാരണം എന്നറിയാമോ? ഇത് തന്നെയാണ് കാരണം ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ ഇപ്പോഴും നമ്മളിൽ വാണുകൊണ്ടിരിക്കുക. അത് ജീവനോടുകൂടെ കരുത്തോടുകൂടെ അത് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ അത്തിയിൽ എന്തുകൊണ്ടാണ് ഫലം പുറപ്പെടുവിക്കാൻ കഴിഞ്ഞത്? കഴിഞ്ഞ വർഷം കിളയ്ക്കാഞ്ഞിട്ടാണോ? വളമിടാഞ്ഞിട്ടാണോ? കഴിഞ്ഞ വർഷം മഴ പെയ്യാഞ്ഞിട്ടാണോ? വെള്ളം കൊടുക്കാഞ്ഞിട്ടാണോ? അല്ല, കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഈ അത്തിയുടെ മേൽ മഴയും വളവും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഒരു സസ്യം നമ്മൾ എവിടെയെങ്കിലും നട്ട് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ ചുറ്റുമുള്ള കാട് പറിക്കുക, അതിൻ്റെ ചുറ്റുമുള്ള കള പറിക്കുക. കള പറിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കൃഷി ചെയ്തിട്ടുള്ളവർക്കറിയാം, ഏതെങ്കിലും ഒരു വിത്ത് വിതച്ചാൽ ആ വിത്ത് വളർന്നു വരുമ്പോൾ തന്നെ കളയും കൂട്ടത്തിൽ വളർന്നു വരും അല്ലേ? പക്ഷേ ആ കള പറിച്ച് കളഞ്ഞില്ലെങ്കിൽ കള ശക്തമായിട്ട് വളരും. ഈ നല്ല വിത്തിൻ്റെ വളർച്ചയെ, ആ സസ്യത്തിൻ്റെ വളർച്ചയെ അത് തടയും. അവസാനം അതവിടെ മുരടിച്ച് നിൽക്കുവാനിടയായിത്തീരും. ഇട്ട വളമൊക്കെ ആര് കൊണ്ടുപോയി? പെയ്ത മഴയൊക്കെ ആര് കൊണ്ടുപോയി? അതെല്ലാം ഈ കള കൊണ്ടുപോയി. അതുകൊണ്ട് ആദ്യം എന്താ ചെയ്യേണ്ടത്? കള പറിക്കുകയാണ് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതാണ് സംഭവിക്കുന്നത് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒത്തിരി കളകളുള്ളത് കൊണ്ട് ഈ കളകളാണ് നമ്മുടെ മേൽ പെയ്യുന്ന മഴയും വളവും ഒക്കെ കൊണ്ടുപോകുന്നത്. ജീവിതം നിറച്ച് കളയാണ് കേട്ടോ. എന്താ ഈ കളയെന്നറിയാമോ? ഇങ്ങനെയുള്ള ജഡസ്വഭാവങ്ങളാണ്. അതിന്മേലൊരു ജയവുമില്ല, അതിന്മേൽ നമുക്ക് വിജയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നാം പ്രാപിക്കുന്ന വെള്ളവും വളവുമൊക്കെ എവിടേക്കാണ് പോകുന്നതെന്നറിയാമോ? ഈ കളയിലേക്കാണ് പോകുന്നത്. കള സമൃദ്ധിയായിട്ട് വളരുന്നു. അതുകൊണ്ടാണ് തോട്ടക്കാരൻ പറയുന്നത്, ഒരു പ്രാവശ്യം നമുക്ക് കിളയ്ക്കാം, കിളച്ച് ആ കളയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വളമിടാം. അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വളമിട്ടപ്പോൾ കള കൊണ്ടുപോയി ഇതുപോലെ ഈ പ്രാവശ്യവും ഇടുന്ന വളം കള കൊണ്ടുപോകാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ആദ്യം നമുക്ക് കള പറിക്കാം. ജീവിതത്തിൽ കള പറിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം കേട്ടോ. ഇടയ്ക്കൊക്കെ നമ്മുടെ ജഡസ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിന്മേൽ വിജയം നാം എടുക്കണം. ഇല്ലെങ്കിൽ നല്ല ഫലം നമ്മിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെയൊക്കെ ഇടയിൽ കള പറിക്കാതെ വളർന്ന അനേക ആളുകളുണ്ട്. അവർ വിശ്വാസത്തിൽ വന്നു. ഞാൻ അത് തെളിയിക്കുക, ഉദാഹരണം പറയാം. വിശ്വാസത്തിൽ വന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഒത്തിരി വെള്ളവും വളവും അവർക്ക് കിട്ടി. പക്ഷെ പറിക്കേണ്ട കള എന്ത് ചെയ്തില്ല? പറിച്ചില്ല. ആൾ അനുഗ്രഹിക്കപ്പെട്ടു, നല്ല ഇലപ്പച്ചയ കേട്ടോ, നല്ല തഴപ്പാണ്. പക്ഷേ ആള് അകത്ത് പറിച്ചു കളയേണ്ട കള പറിച്ചു കളയാത്തത് കൊണ്ട് സ്വഭാവത്തിലൊരു മാറ്റമില്ല. വിശ്വാസത്തിൽ വന്നു എന്നുള്ളത് ശരി, പക്ഷെ പറിച്ചു കളയേണ്ട കള പറിച്ചു കളയാത്തത് കൊണ്ട് ഈ ഇട്ട വളവും വെള്ളവുമൊക്കെ കളയെ അങ്ങ് വളർത്തി. ഞാൻ ഉദാഹരണം പറയട്ടെ. അഹങ്കാരിയായ ഒരു മനുഷ്യൻ, അവൻ വിശ്വാസത്തിൽ വന്നു, അവൻ കർത്താവിനെ അക്സെപ്റ്റൊക്കെ ചെയ്തു, അവൻ്റെ ചില വിഷയങ്ങളുണ്ടായിരുന്നു, പ്രാർത്ഥിച്ചു, മറുപടിയും കിട്ടി. ആകെപ്പാടെ പൊട്ടിക്കിടന്ന ബിസിനസ് അങ്ങ് വളർന്നു. ഏതേ പ്രാർത്ഥനയുടെ മറുപടി അല്ലേ? ചിലപ്പോഴൊക്കെ ദൈവം പ്രാർത്ഥിക്കുമ്പോൾ അടഞ്ഞ വാതിലൊക്കെ തുറന്നു കൊടുക്കും. ഇദ്ദേഹത്തിൻ്റെ അടഞ്ഞ വാതിലുകൾ തുറന്നു, ഇദ്ദേഹത്തിന് നല്ല സമൃദ്ധിയായി. ആളിന് മാനസാന്തരമുണ്ടോ? വലിയ മാനസാന്തരമൊന്നുമില്ല. അകത്തുള്ള കള ഇപ്പോഴും അതുപോലെ ഉണ്ട്. ആ പഴയ അഹങ്കാരവും ആ പഴയ സ്വഭാവങ്ങളൊക്കെ അകത്തിപ്പോഴുമുണ്ട്. ആളിൻ്റെ പുറമേ ഉള്ള രൂപമൊക്കെ ഒന്ന് മാറ്റിയെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആളിന് വലിയ വ്യത്യാസമൊന്നും ഇല്ല. കിട്ടുന്ന വളം, കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഈ കളയെ വളർത്തിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ സഭയിൽ മൂത്ത ആളായി, പ്രായം കൊണ്ട്, വന്ന വർഷം കൊണ്ട് സഭയിലെ മൂത്ത ആളെന്ന് പറയുമ്പോൾ മൂപ്പനായെന്ന് കൂട്ടിക്കോ. പക്ഷേ അകത്തുള്ള കള അതുപോലെ ഇപ്പോഴുമുണ്ട്. കള പറിച്ച് കളഞ്ഞിട്ടില്ല. ആ കള പണ്ടത്തേതിലും അങ്ങ് വളർന്നു. പണ്ടൊരു ചെറിയ അഹങ്കാരിയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹമാണ് വലിയ അഹങ്കാരി, അദ്ദേഹമാണ് വലിയ കോപക്കാരൻ, അദ്ദേഹമാണ് ഈ പറഞ്ഞ ജഡത്തിൻ്റെ ഓരോ സ്വഭാവങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം. ആൾ ആത്മീകനാണോ? അല്ല, ജഡികനാണ്. ആ വ്യക്തിയിൽ നിന്ന് പുറപ്പെടുന്ന ഫലം എന്തായിരിക്കും? 100% ജഡത്തിൻ്റെ ഫലങ്ങളായിരിക്കും.
ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങളായിരിക്കത്തില്ല. പകയുടെ ഫലം, അഹങ്കാരത്തിൻ്റെ ഫലം. ഇന്ന് പലയിടത്തും സംഭവിക്കുന്നത് ഇതാണ്. നാം കള പറിക്കാത്തത് കൊണ്ട്, നമ്മുടെ ജീവിതത്തിലെ ജഡസ്വഭാവങ്ങളുടെ മേൽ ജയമെടുക്കാത്തത് കൊണ്ട് അത് നമ്മുടെ കൂടെ അങ്ങ് വളരുക കേട്ടോ. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കൂടെ തന്നെ അത് വളരുകയാണ്. വളർന്നിട്ട് അത് സഭകൾക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അത് ആത്മീയ ജീവിതങ്ങൾക്ക് അത് തടസ്സമാകുകയാണ്. ഫലം പുറപ്പെടുവിക്കുന്നതിന്, നല്ല ഫലം പുറപ്പെടുവിക്കുന്നതിന് അത് തടസ്സമാകുകയാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. ഒരു കണ്ടത്തിൽ നല്ല വിത്ത് വിതയ്ക്കണം, പക്ഷെ കള വിതയ്ക്കേണ്ട ആവശ്യമില്ല. കളയുടെ വിത്ത് അവിടെ ഉണ്ട്, അത് തനിയെ വളരും. ഏതെങ്കിലും കണ്ടത്തിൽ കള നമ്മൾ വിതയ്ക്കാറുണ്ടോ? ഇല്ല. നല്ല വിത്താണ് വിതയ്ക്കുന്നത് അല്ലേ? പക്ഷെ നല്ല വിത്ത് വിതയ്ക്കുമ്പോൾ നല്ല വിത്തിൻ്റെ കൂടെ കളയും വളർന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. നല്ല സ്വഭാവങ്ങൾ, നല്ല വിത്ത് കൾട്ടിവേറ്റ് ചെയ്യണം, വിതയ്ക്കണം. കള കൾട്ടിവേറ്റ് ചെയ്യണ്ട. കള തനിയെ വളരും, അതിനെ പറിച്ചു കളയണം. ഇതാണ് ക്രിസ്ത്യ ജീവിതത്തിൽ നാം പഠിക്കേണ്ട ഒരു അനുഭവം. നല്ല സ്വഭാവങ്ങൾ തനിയെ ഉണ്ടാകത്തില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ, നിങ്ങൾ സ്നാനപ്പെട്ടത് കൊണ്ടോ, ഇനി ഒരു പടി കൂടെ കയറ്റി പറഞ്ഞാൽ നിങ്ങൾ അന്യഭാഷ പറഞ്ഞത് കൊണ്ടോ നല്ല സ്വഭാവങ്ങൾ തനിയെ നിങ്ങളിൽ ഉണ്ടാകത്തില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല സ്വഭാവങ്ങൾ ഉണ്ടാക്കാനുള്ള ഗൈഡൻസ് തരും. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ വചനം നിങ്ങളെ നിയോഗിക്കും നല്ല സ്വഭാവങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിൽ രൂപപ്പെടേണ്ടതെന്ന്. പക്ഷെ താനായി തന്നെ ഉണ്ടാകത്തില്ല. നല്ല സ്വഭാവങ്ങളെ വിത്ത് വിതച്ച് കൾട്ടിവേറ്റ് ചെയ്യണം. മോശം സ്വഭാവങ്ങൾ തനിയെ വളർന്നു വരും. കാരണം ഈ ജഡത്തിൽ അതുണ്ട്. ആദമീയ ശരീരത്തിൽ പൂർണ്ണമായി വീണ്ടെടുപ്പ് പ്രാപിക്കാത്ത, രൂപാന്തരം പ്രാപിക്കാത്ത ആദമീയ ശരീരത്തിൽ ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. ഈ മണ്ണിൻ്റെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അതാരും വിതയ്ക്കേണ്ട ആവശ്യമില്ല, അത് തനിയെ വളർന്നു വരും. പക്ഷേ ഉത്തരവാദിത്വം എന്താ? ആ വളർന്നു വരുന്ന ഓരോന്നിനെയും മുളയിലെന്നുള്ളണം. നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് ഈഗോ വരുന്നുണ്ടോ? അഹങ്കാരം വരുന്നുണ്ടോ? വെച്ചുകൊണ്ടിരിക്കല്ല് കേട്ടോ. അകത്തൊരു മോഹം വരുന്നുണ്ടോ? വെച്ചുകൊണ്ടിരിക്കില്ല കേട്ടോ. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു അല്ലേ? മോഹം ഗർഭം ധരിക്കുമ്പോൾ തന്നെ അതിനെ മുളയിലെന്നുള്ളണം. അല്ലാതെ 9 മാസം വെച്ച് അതിനെ താലോലിച്ച് ലാളിച്ച് അതിന് വേണ്ട വളവും വെള്ളവും കൊടുത്താൽ 9ാം മാസത്തിൽ വലിയ പാപമായിട്ടത് പ്രസവിക്കും. അതാണ് പലയിടത്തും സംഭവിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ജഡത്തിൻ്റെ സ്വഭാവങ്ങളെ നമ്മൾ താലോലിച്ച് വെച്ചു പുലർത്തി നമ്മുടെ പേഴ്സണൽ അഹങ്കാരങ്ങളായി, ചിലർ പറയത്തില്ല അതിൻ്റെ പേഴ്സണൽ അഹങ്കാരം. ചിലർ പറയും, പാസ്റ്ററെ എന്നോടാരെങ്കിലും സംസാരിക്കാൻ വന്നാൽ ഞാൻ വിടത്തില്ല, ഞാൻ മറുപടി പറയും, ഉരുളയ്ക്ക് ഉപ്പേരി പോലും മറുപടി റെഡിയാ കേട്ടോ. ആരെയും തകർത്ത് കളയുന്ന ശക്തി എൻ്റെ നാക്കിനുണ്ട്. എന്നോടൊന്നും ആരും പിടിച്ചു നിൽക്കത്തില്ല. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ആ ജഡത്തിൻ്റെ സ്വഭാവം നിങ്ങളിൽ നിന്ന് നല്ല ഫലം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ സ്വകാര്യ അഹങ്കാരങ്ങളുണ്ടല്ലോ, നമ്മൾ അഹങ്കരിക്കുന്നത്, ഞാൻ അങ്ങനെയാണ്, ഞാനിങ്ങനെയാണ്, ഞാൻ ആർക്കും കീഴടങ്ങത്തില്ല, ഞാൻ ആരാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുന്ന കുറേ ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ, നാം ക്രൂശിക്കേണ്ട സ്വഭാവങ്ങളുണ്ട്. ആ ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പറയുന്നതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മറുപടി കിട്ടാൻ വേണ്ടിയുള്ള സൊല്യൂഷനായിട്ടല്ല ഞാൻ പറയുന്നത്. ചിലപ്പം പ്രാർത്ഥിച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും, നിങ്ങളുടെ മക്കൾ ഗൾഫിലോ അമേരിക്കയിലോ അല്ല യൂറോപ്പിലോ ഒക്കെ പോകും. അത് കിട്ടാൻ വേണ്ടിയുള്ള സൊല്യൂഷൻസായിട്ടല്ല ഞാനിത് പറയുന്നത്. നിങ്ങളൊരു നല്ല ആത്മീകനായി തീരുവാൻ, നല്ല ഫലം പുറപ്പെടുവിക്കുന്ന, കർത്താവ് ഫലം തിരയുമ്പോൾ ഇവന് നല്ല ഫലമുണ്ടെന്ന് പറയുന്ന ഒരു നല്ല ദൈവ പൈതലായി തീരുവാനുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. ജഡികനായി ജീവിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടുക കേട്ടോ. പലപ്പോഴും ജഡികന്മാർക്കാണ് ഈ പറഞ്ഞ ഭൗതിക അനുഗ്രഹങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ കൂടുതൽ കിട്ടുന്നത്. തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നത് വലിയ ആത്മീകനായാൽ മാത്രമേ സൗഖ്യം കിട്ടത്തുള്ളൂ അല്ല. യേശുവിൻ്റെ അടുക്കെ പോയി നിലവിളിച്ചാൽ ചിലപ്പം സൗഖ്യം കിട്ടും, ചിലപ്പം വഴികൾ തുറന്നു കിട്ടും. അതൊന്നും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലെ വളർച്ചയുടെ അടയാളമല്ല, തെളിവല്ല. അതിൻ്റെ അർത്ഥം സ്വർഗം നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നതെന്നല്ല. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ നിലവിളി കർത്താവ് കേട്ടെന്ന. പക്ഷേ സ്വർഗം ഫലം തിരയുമ്പോൾ നല്ലദാസനെ എന്ന് വിളി കേൾക്കണമെങ്കിൽ, ഫലം പുറപ്പെടുവിക്കുന്നവനാണെന്ന് എന്ന് നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയണമെങ്കിൽ, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞ് നിങ്ങൾ വളരെ ഫലം പുറപ്പെടുവിക്കുന്നു, അതുകൊണ്ട് എൻ്റെ പിതാവ് സന്തോഷിക്കുന്നു. എന്താ കാരണം? മുന്തിരിവള്ളിയിൽ കൊമ്പ് വസിച്ചെന്നുള്ളതാണ്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ മാത്രമേ ആ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയത്തുള്ളൂ. ആ ഒരു ബന്ധത്തെക്കുറിച്ച്, ആ ഒരു ആഴത്തിലുള്ള സമർപ്പണത്തെക്കുറിച്ച്, ആ ഒരു ജീവിതത്തിലെ ശുദ്ധീകരണത്തെക്കുറിച്ച്, മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ,
ജഡത്തിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറത്തു വരില്ല. ദൈവത്തിന് നല്ല ഫലം കായ്ക്കുന്നവരായി തീരണം. അങ്ങനെ നല്ല ഫലം കായ്ക്കണമെങ്കിൽ ഈ പറയുന്നത് പോലെ ജഡത്തിൻ്റെ സ്വഭാവങ്ങളെ, ആ കളകളെ നാം പറിച്ചു മാറ്റിയേ മതിയാകത്തുള്ളൂ. അടുത്ത ഉണർവ് മീറ്റിങ്ങിന് ഇരിക്കുന്നതിന് മുമ്പേ, അടുത്ത ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പേ, അടുത്ത റിവൈവൽ മീറ്റിങ്ങിന് ഇരിക്കുന്നതിന് മുമ്പേ, അടുത്ത പ്രാവശ്യം വളവും വെള്ളവും ഒഴിക്കുന്നതിന് മുമ്പേ ജീവിതത്തെ ഒന്ന് കിളച്ച് ഉഴുതു മറിച്ച് എടുത്തു കളയേണ്ടതിന്, റിമൂവ് ചെയ്യേണ്ടതിന് ചില കളകളെ ഒന്ന് മാറ്റാൻ തയ്യാറായാൽ അടുത്ത വർഷം ഇനിയും ഒഴിക്കുന്ന വെള്ളം, ഇനിയും പ്രാപിക്കുന്ന ആത്മനിറവ് അത് നഷ്ടമായി പോകത്തില്ല. ഇനിയും ലഭിക്കുന്ന അഭിഷേകം നഷ്ടമായി പോകത്തില്ല. ദൈവം തരുന്ന വളം അത് നിൻ്റെ ആത്മീയ വൃക്ഷത്തെ വളർത്തുവാനും നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാനും ഇടയായി തീരും. അപ്പോൾ എന്ത് ചെയ്യണം? ജഡത്തിൻ്റെ കളകളെ മറിച്ചു മാറ്റണം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, മരിപ്പിക്കണം. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിൽ തറച്ച് അതിനെ നാം മരിപ്പിക്കണം. ജഡത്തിന്മേൽ ഒരു ജയം വേണം. പൗലോസ് പറയുന്ന അനേക വാക്യങ്ങളുണ്ട്. അതിലൊന്നാണ്, ഞാൻ പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തെ, നമ്മുടെ ജഡത്തെ ആ ക്രൂശീകരണ അനുഭവത്തിലൂടെ കടത്തിവിട്ട് ദണ്ഡിപ്പിച്ച് അടിമയാക്കി അതിന്മേൽ ജയമെടുക്കണം. അനുദിനം മരിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഒന്ന് മരിച്ച് സ്നാനപ്പെട്ട് അതിനെ അടക്കി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവരല്ലേ. ആ മരണാനുഭവം അന്ന് മാത്രമുള്ളതല്ല. അനുദിനം എവരി ഡേ ടു ഡേ ലൈഫിൽ നാം നമ്മുടെ ജഡത്തെ മരിപ്പിച്ച്, എവരി ഡേ ലൈഫിൽ ഈ ഒരു മരണാനുഭവം ഇവിടെ ജഡത്തിൽ അതിനെ അനുഭവിച്ച് അതിനെ ഏൽപ്പിച്ചു കൊടുത്ത് ജീവിച്ചെങ്കിൽ മാത്രമേ കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. അങ്ങനെ അനുദിനം മരിപ്പിച്ച്, ജഡത്തെ മരിപ്പിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന എല്ലാ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ വചനത്തിന് മുമ്പിൽ നിങ്ങൾക്കൊന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? ഒന്ന് സ്വയം ശോധന ചെയ്യുവാൻ കഴിയുമോ? ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിക്കുവാൻ, ജഡത്തിൻ്റെ പ്രവൃത്തികളെ ഉരിഞ്ഞു കളവാൻ കഴിയുമോ? ഒന്ന് മരിപ്പിക്കുവാൻ കഴിയുമോ? വരുന്ന നാളുകളിൽ നമ്മളിൽ നിന്ന് പകയുടെയും പിണക്കത്തിൻ്റെയും അസൂയയുടെയും ഫലങ്ങൾ പുറത്തു വരില്ലേ? കർത്താവ് ഒത്തിരി ദുഃഖിക്കുന്നു. കർത്താവ് ഫലം തിരിയുകയാണ്. ഫലം ലഭിച്ചില്ല എങ്കിൽ എന്തെങ്കിലും ഫലമല്ല കേട്ടോ, ഒരു ഫലവും കിട്ടിയില്ല. യേശുവിന് ചീത്ത പോലും കിട്ടിയില്ല. അല്ല, ചീത്ത ഫലം പുറപ്പെടുവിക്കരുത്. ഇലപ്പക്കും ചീത്ത ഫലങ്ങളും കാണാൻ ഭംഗിയുള്ളതും മാത്രം ജീവിതത്തിൽ വെച്ചു പുലർത്തുന്ന ജഡീകന്മാരായ നമ്മോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു സന്ദേശം ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാ വാത്സല്യമുള്ള ദൈവങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ അകത്തുനിന്ന് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ എടുത്തൊന്ന് കളയാം, ഒന്ന് പിഴുതു മാറ്റാം. നല്ലത് വളരട്ടെ, നല്ലത് വളരട്ടെ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ എന്നാണ് വേദപുസ്തകം പറഞ്ഞത്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. ഇന്ന് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളോട് എനിക്കും പറയാനുള്ളത് ഇതാണ്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. ആ അത്തി ആരാണെന്നറിയാമോ? ആ അമ്മച്ചി പാടിയതുപോലെ അത്തിമരം പോലെ ജീവിക്കുന്ന എത്ര ആളുകൾ അർത്ഥശൂന്യമാകുന്ന ജീവിതം നയിക്കുകയാണ്. വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അത്തി, പക്ഷെ ഫലമില്ല. ആ അത്തി ഞാനും നിങ്ങളുമാണ്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കുവിൻ എന്ന് പറയാതെ ആ അത്തിയുടെ സ്ഥാനത്ത് നിങ്ങളുടെ പേരൊന്ന് വിളിച്ചാട്ടെ. എന്നിട്ട് പറഞ്ഞു, ഇന്നാരെ നോക്കിയൊരു ഉപമ പഠിക്കേ. എന്താ പഠിക്കേണ്ടത്? അത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ആലങ്കാരികമായിട്ട് ഇസ്രായേലാണ്, പ്രവചനം, വിഷയങ്ങളൊക്കെ നമ്മൾ പറയും. അത്രയും അവിടോട്ടൊന്നും ഇപ്പം പോകാതെ സ്വന്തം വ്യക്തിത്വത്തെ ആ അത്തിയുമായിട്ടൊന്ന് ഉപമിച്ചിട്ട് പറ, ഞാനാണ് ആ അത്തി കേട്ടോ, ഞാനാണ് ആ അത്തി. ഒത്തിരി നാൾ വെള്ളമൊഴിച്ചിട്ടും വളമിട്ടിട്ടും ഫലം പുറപ്പെടുവിക്കാത്ത അത്തി ഞാനാണ്. ഫലം പുറപ്പെടുവിക്കാത്തതിന് കാരണം എന്താ? എൻ്റെ ജീവിതത്തിൽ കള നിറഞ്ഞു നിൽക്കുക. നല്ല ഫലം പുറപ്പെടുവിക്കണമെന്ന് യജമാനൻ്റെ ആഗ്രഹം, പക്ഷെ പറ്റുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ കള നിറഞ്ഞു നിൽക്കുകയാണ്. ഹല്ലേലൂയ. രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ആത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കേ. നിങ്ങളാണോ ആ അതിവൃക്ഷം? ആഹാ അത്തിമഴം പോൽ എത്തന പേർകൾ വാഴ്കിൻ്റെ ആളുകൾ, തമിഴൻ പാടിയതുപോലെ എത്രയോ പേര് ആ അത്തി പോലെ വാഴുകയാണ്. ഇലപ്പക്കൊണ്ട്
പച്ചപ്പുണ്ട്, കുറേ വർഷങ്ങളായിട്ട് വളർന്നു നിൽക്കുക. പക്ഷെ ആത്മാവിൻ്റെ ഫലങ്ങളില്ല, നല്ല ഫലങ്ങളില്ല. ജഡത്തിൻ്റെ ഫലങ്ങൾ മാത്രമാണ് ആ തീയിൽ ശേഷിച്ചിരിക്കുന്നത്. ഗുരു ഫലം തടയുന്നുണ്ട്, പക്ഷെ ലഭിക്കുന്നില്ല. ഗുരുവിന് വേണ്ടത് നല്ല ഫലമാകട്ടോ. ഈ കാലഘട്ടത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, നല്ല ഫലം പുറപ്പെടുവിക്കുന്ന, ജഡികരല്ല ആത്മികരാകുന്ന ഒരു കൂട്ടം ദൈവമക്കൾ എഴുന്നേറ്റ് വരട്ടെ. ഇതൊരു വലിയ ചലഞ്ചാണ്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമെന്ന് പറഞ്ഞാൽ, ആത്മിക വളർച്ചയുടെ ഏറ്റവും വലിയ ലക്ഷണമെന്ന് പറഞ്ഞാൽ, ആത്മികനായി തീർന്നു എന്നതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ, വളർച്ചയെന്ന് കേട്ടിട്ടില്ലേ? വളർച്ചയെന്ന് പറഞ്ഞാൽ എന്താ? ആ ബ്രദറിന് നല്ല വളർച്ചയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ പലപ്പോഴും വളർച്ചയെ തെറ്റിദ്ധരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? ആദ്യമായിട്ട് സഭായോഗത്തിന് വന്നപ്പോൾ വിക്കി സാക്ഷ്യം പറഞ്ഞവൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് 2 സെൻറ്റൻസ് സാക്ഷ്യം പറഞ്ഞു. നമ്മൾ പറഞ്ഞു ബ്രദറിന് നല്ല വളർച്ചയാണ്. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളി ഒന്ന് പ്രബോധിപ്പിച്ചു. അപ്പോൾ നമ്മൾ അയ്യോ ഭയങ്കര വളർച്ചയുണ്ട് കേട്ടോ. പിന്നെ ഒരു അടുത്ത കാത്രീപകത്തിന് പുള്ളി ഒരു ദർശനമൊക്കെ കണ്ടു. നമ്മൾ അയ്യോ എന്തൊരു വളർച്ചയാണ് ബ്രദറിന്. അതല്ല വളർച്ച. കൃപാവരങ്ങൾ പ്രാപിക്കുന്നതോ പ്രസംഗിക്കുന്നതോ പ്രബോധിപ്പിക്കുന്നതോ അല്ല സഹോദര വളർച്ച. അതല്ല വളർച്ചയുടെ ലക്ഷണം. വളർച്ചയുടെ ലക്ഷണം ശിശുവിനെ പോലെ സംസാരിച്ച നീ മുതിർന്നവനെ പോലെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നീ മെച്യൂർഡായിരിക്കുന്നു. നിൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നിരിക്കുന്നു. അഗപ്പേലാവൂ, ക്രിസ്തു ക്രൂശിൽ വെളിപ്പെടുത്തിയ ആ യഥാർത്ഥ സ്നേഹം നിന്നിലൂടെ വെളിപ്പെടുവാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് വളർച്ചയുടെ ലക്ഷണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മിൽ പലർക്കും ശരിക്കും വളർച്ചയില്ല. വളർച്ചയില്ലാത്ത ശിശുക്കളാണ് നാം, ജഡികരാണ് നാം. കാരണം എന്താ? നമ്മളിപ്പോഴും സംസാരിക്കുന്നത് പഴയതുപോലെയാണ്, ശിശുവിനെ പോലെയാണ്. ഈ പൗലോസ് പറയുന്ന ലിസ്റ്റിലെ കാര്യങ്ങളെല്ലാം നമുക്കുണ്ടെന്ന്. നിങ്ങളുടെ ഇടയിൽ പകയും പിണക്കവും ഇരിക്കെ അല്ലേ കൊരിന്ത്യർ സഭയോട് പൗലോസ് ചോദിക്കുക, നിങ്ങൾക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാൻ കഴിയും നിങ്ങൾ ആത്മീകരാണെന്ന്? നമ്മൾ ദൈവമക്കളെ, ശരിയായ ആത്മീക വളർച്ചയുടെ ലക്ഷണം എന്താ? ശരിയായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷണം എന്താ? ശിശുവായിരുന്നവൻ അവൻ ഇന്ദ്രിയ ജയം പ്രാപിച്ചവനായി, വാക്കിനെപ്പോലും മെരുക്കുവാൻ സാമർഥ്യമുള്ളവനായി, അവൻ്റെ ഇന്ദ്രിയങ്ങളെ, അവൻ്റെ ചേതനകളെ ദൈവഹിതപ്രകാരം ഒതുക്കി വിശുദ്ധിയിൽ ജീവിക്കുവാൻ പ്രാഗൽഭ്യമുള്ളവനായി ജീവിക്കുന്നവൻ, നല്ല ഫലം പുറപ്പെടുവിക്കുന്നവൻ. അതാണ് ശരിയായ വളർച്ചയെന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ പലപ്പോഴും വലിയ കൃപാവരമുള്ള ആളുകൾ, ഭയങ്കര കൃപാവരമാകട്ടോ, വലിയ കൃപാവരമുള്ള ആളാണ്, പക്ഷേ വളർച്ചയില്ല, ആത്മീയ വളർച്ചയില്ല. ഈ പ്രവചിക്കുന്ന കൂട്ടത്തിൽ തന്നെ പലപ്പോഴും ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ വെളിപ്പെട്ടു വരും. അപ്പോൾ നമ്മൾ അയ്യോ ഈ ദൈവദാസനല്ലേ കഴിഞ്ഞ ദിവസം പ്രവചിച്ചത്, അദ്ദേഹം എങ്ങനെ ഇന്നിങ്ങനെ സംസാരിക്കുന്നത്? കൃപാവരങ്ങൾ ആത്മീക വളർച്ചയുടെ ലക്ഷണമല്ല. വലിയ പ്രവാചകനാകാം, വലിയ പ്രസംഗകനാകാം, പക്ഷേ ഇപ്പോഴും ശിശുവിനെ പോലെ സംസാരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം ആഗ്രഹിക്കുന്ന വളർച്ചയില്ല, നല്ല ഫലം ജീവിതത്തിലില്ല. അത് തെളിവാകട്ടോ, 100% തെളിവ്. ഈ വ്യക്തിക്ക് ഒരു ആത്മീക വളർച്ചയുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിലെ പലരും വിമർശിക്കപ്പെടുന്നത്. എന്താ കാരണം? ജഡത്തെ ക്രൂശിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ജഡത്തിൻ്റെ ഫലമാണ് പുറത്തു വരുന്നത്. ശിശുവിനെ പോലെയാണ് സംസാരിക്കുന്നത്, ആത്മീകനല്ല, ജഡികനാണ്. നമുക്കങ്ങനാകാൻ പാടില്ല. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ വചനത്തിന് മുമ്പിൽ എത്രപേർ സമർപ്പിച്ച് പ്രാർത്ഥിക്കും? കർത്താവ് ഫലം തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിലും നിന്നിലും ഫലം തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞിട്ട്, കർത്താവേ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി എന്നിൽ വെളിപ്പെടണം. എന്നിലെ കളയെന്തെന്ന് തിരിച്ചറിവാൻ, എൻ്റെ ജഡസ്വഭാവം എന്തെന്ന് തിരിച്ചറിവാൻ, ഏതൊക്കെ കളകളാണ് എൻ്റെ ക്രിസ്തീയ ജീവിതത്തെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നത്? സഹോദര സഹോദരി, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ ഒതുക്കുന്നത് നിങ്ങളുടെ കൂട്ടുവിശ്വാസികളല്ല, നിങ്ങളുടെ പാസ്റ്ററല്ല, നിങ്ങളുടെ വളർച്ചയെ ഒതുക്കുന്നത്. അങ്ങനെയൊക്കെ ചിലർ പറയത്തില്ല, ഇന്നാരും എന്നെ ഒതുക്കുക. അല്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഒതുക്കുന്നത് ആരാന്നറിയാമോ? ഒതുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ കളകളാണ്. നിങ്ങളുടെ മേൽ പെയ്യുന്ന മഴയെയും വളത്തെയും വലിച്ചെടുത്ത് നിങ്ങളെ ഒതുക്കി മുരടിപ്പിച്ച് നിർത്തുന്നത് നിങ്ങളുടെ അകത്ത് ഇന്നും ജയിക്കുവാൻ കഴിയാത്ത ജഡസ്വഭാവങ്ങളാണ്.
ജഡത്തെ ഒന്ന് ജയിക്കുവാൻ ഇടയായി തീർന്നാൽ, പരിശുദ്ധാത്മാവിനാൽ ഒരു നിയോഗം പ്രാപിച്ചാട്ട് മറ്റുള്ളവർ എന്തും ചെയ്യട്ടെ, അവരെങ്ങനെ ജീവിക്കട്ടെ, നിങ്ങളൊരു തീരുമാനമെടുക്കുക. ഞാൻ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കും, ഞാൻ ദൈവജനത്തിന് വേണ്ടി നിൽക്കും, ഞാൻ ജഡത്തെ ജയിക്കും, ഒരു നല്ല ആത്മീകനായി എനിക്ക് മാറണം. തെറ്റായ മാതൃകകളെ പിൻപറ്റരുത്. ഈ കാലഘട്ടത്തിലെ പ്രശ്നം എന്താണെന്നറിയാം, എല്ലാവരും തെറ്റായ മാതൃകകളെയാണ് പിൻപറ്റുന്നത്. വളർച്ചയെന്ന് പറഞ്ഞാൽ പലരുടെയും ചിന്ത എന്താണെന്നറിയോ, വളർച്ചയെന്ന് പറഞ്ഞാൽ വലുതാകുക എന്നതാണ് അർത്ഥം. വലുതാകുക, വലിയ പാസ്റ്റർ, വലിയ ചർച്ചിൻ്റെ പാസ്റ്റർ, വലിയ പ്രസ്ഥാനം, വലിപ്പം വലിപ്പം വലിപ്പം, അതല്ല വളർച്ച. അതേത് ജഡീകനും വളരുവാൻ കഴിയും. അങ്ങനെ യഥാർത്ഥ വളർച്ചയെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ ധരിച്ച് ക്രിസ്തു നടന്നതുപോലെ നടക്കുന്നതാണ് യഥാർത്ഥ വളർച്ചയെന്ന് പറഞ്ഞാൽ. വളരെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഒരു ദേവദാസൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കേൾക്കുകയായിരുന്നു. അദ്ദേഹത്തോട് ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വളർന്നു വലുതായത്? ഹൗ യു ബിക്കം ദിസ് മച്ച് റിച്ച്, ബിഗ് എന്നാണ് ചോദിച്ചത്. എങ്ങനെ നിങ്ങൾ ഇത്രയും ബിഗായി തീർന്നു? അദ്ദേഹത്തിൻ്റെ മറുപടി, ഐ നെവർ ട്രൈ ടു ബിക്കം ബിഗ്, ഐ ട്രൈ ടു ബിക്കം ബെറ്റർ. ഞാൻ ഒരിക്കലും വലുതാകാൻ ശ്രമിച്ചില്ല, പക്ഷേ ഞാൻ നന്നാകാൻ ശ്രമിച്ചു. ഞാൻ എപ്പോഴൊരു നല്ല വ്യക്തിയാകാൻ ശ്രമിച്ചു, ബെറ്റർ ആകാൻ ശ്രമിച്ചു, എന്നെ തന്നെ നല്ലതാക്കാൻ ശ്രമിച്ചു. ഞാനൊരു നല്ല പാസ്റ്ററാകാൻ ശ്രമിച്ചു, ഞാനൊരു നല്ല വിശ്വാസിയാകാൻ ശ്രമിച്ചു, ഞാനൊരു നല്ല ഭക്തനാകാൻ ശ്രമിച്ചു. വലുതാകാൻ ശ്രമിക്കേണ്ട, നല്ലതാകാൻ ശ്രമിക്കുക. ഡു നോട്ട് ട്രൈ ടു ബിക്കം ബിഗ്, ബട്ട് ട്രൈ ടു ഗെറ്റ് ബെറ്റർ. നല്ലതാകാൻ ശ്രമിക്കുക. ജീവിതത്തിൽ എവിടെയാണ് കുറവെന്ന് കണ്ടുപിടിച്ച് അതിനെ മാറ്റി ഹല്ലേലൂയ ഒന്ന് ഒരുങ്ങാൻ ശ്രമിക്കുക. ജീവിതം കർത്താവ് മാറ്റുവാനിടയായി തീരും. ഹല്ലേലൂയ. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കും. ചീത്ത വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലം. കാരണം എന്താ? വൃക്ഷം ചീത്തയാ, എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. ഹല്ലേലൂയ. ആ വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം വരണമെങ്കിൽ ആ ചീത്ത വൃക്ഷം മാറണം. ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം, കളയെ പടച്ചു മാറ്റണം. മാറിയൊരു വ്യക്തിയായി നിങ്ങൾ മാറണം. അങ്ങനെ ഒരു വ്യക്തി, എപ്രകാരമുള്ള നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയിൽ കൃപാവരങ്ങൾ ജ്വലിച്ചാൽ എത്ര മനോഹരമായിരിക്കും. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കൃപാവരങ്ങൾ ആത്മീക വളർച്ചയില്ലാത്തവർക്കും കിട്ടും കേട്ടോ. ഞാൻ തെളിയിക്കുക. ചിലരൊക്കെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതിന് മുമ്പ് ദർശനങ്ങൾ കണ്ടിട്ടില്ലേ, പ്രവചിച്ചിട്ടില്ലേ? അതിൻ്റെ അർത്ഥം അവർക്ക് ആത്മീക വളർച്ച വന്നെന്ന അല്ല. കൃപാവരങ്ങൾ ദൈവം തൻ്റെ ഹിതം പോലെ, ഇഷ്ടം പോലെ വചനം പറയുന്നു. നിങ്ങളിൽ ഒരുവന് അഴക് കുറവാണെങ്കിൽ, ശരീരത്തിലൊരു അവയവത്തിന് അഴക് കുറവെങ്കിൽ അതിനെ എങ്ങനെയാണ് അലങ്കരിക്കുന്നത്, അതുപോലെ സഭയിൽ അഴക് കുറഞ്ഞവനെ അലങ്കരിക്കുന്നതാണ് കൃപാവരം. കൃപാവരം ആരുടെ യോഗ്യത കൊണ്ട് കിട്ടുന്നതല്ല. ഈ വ്യക്തിക്ക് അഴക് കുറവായിരുന്നു, അവനെ മാനിക്കാൻ ദൈവം ചെയ്തത്. വളർച്ചയുടെ ലക്ഷണമല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് പൗലോസ് കൃപാവരങ്ങളെക്കുറിച്ച് സംസാരിച്ച് വരുമ്പോൾ വേഗത്തിൽ 13-ാം അധ്യായം 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ എഴുതി വെച്ചത് എന്തെഴുതി വെച്ചു? ഹല്ലേലൂയ. ആത്മീക വളർച്ചയാണ് പ്രധാനം, സ്നേഹത്തിൽ വളരുക, കൃപാവരങ്ങളല്ല. അതാണ് ശ്രേഷ്ഠമെന്ന് പൗലോസ് പറയുവാൻ കാരണമായി തീർന്നത്. അപ്പം ആ അഗപ്പേ ലവിലേക്ക് വളരുന്ന ആത്മീയ ജീവിതത്തിൽ ജഡസ്വഭാവത്തെ ഉരിഞ്ഞു കളഞ്ഞ്, ശിശു സ്വഭാവത്തെ ഉരിഞ്ഞു കളഞ്ഞ് ആത്മീകനായിത്തീരുന്ന ഒരു രൂപാന്തരം, അതിൻ്റെ തയ്യാറാണോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ കളകളെ പടച്ച്, ജഡസ്വഭാവങ്ങളെ പടച്ചു മാറ്റി അടുത്തൊരു ഉണർവുണ്ടാകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് തൻ്റെ സഭയെ ഉണർത്തുമെന്ന്. മണവാളൻ വരുന്നതിന് മുമ്പ് അർദ്ധരാത്രിയിൽ ഒരു ആർപ്പുവിളിയുടെ ഒരു തലമുറ എഴുന്നേറ്റ് വരുന്നത് ഞാൻ വിശ്വസിക്കുന്നു. മണവാളനെ എതിരേൽക്കുവാൻ സഭയെ ഉണർത്തുന്ന അർദ്ധരാത്രിയിലെ ഒരു ആർപ്പുവിളി ഉണ്ടാകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഉണർവിന് മുമ്പേ, അടുത്ത വെള്ളം ഒഴിക്കുന്നതിന് മുമ്പേ, അടുത്ത വളവിടുന്നതിന് മുമ്പേ കളപറിച്ചു മാറ്റാൻ. ഈ വർഷം വരെ ഫലം പുറപ്പെടുവിക്കാത്ത നിങ്ങൾ അടുത്ത വർഷം വലിയ ഫലം പുറപ്പെടുവിക്കും. അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കുക. അത്തി പിന്നെയും തളിർക്കും, പിന്നെയും ഫലം പുറപ്പെടുവിക്കും. കണ്ടീഷൻ, വ്യവസ്ഥ എന്താണ്? വ്യവസ്ഥ കളകളെ പറിച്ചു മാറ്റുക,
ജഡസ്വഭാവങ്ങളുടെ മേൽ ജയമെടുക്കുക. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ വചനത്തിന് മുമ്പ് ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രത്യേകമായി കർത്താവെ, ഈ ലൈവിൽ അറ്റൻഡ് ചെയ്ത ഓരോ നിൻ്റെ മക്കളെ നീ അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിനാൽ അവർ നടത്തപ്പെടണം. ജഡത്തെ ജയിക്കുവാൻ അവർക്ക് കൃപ കൊടുക്കണം. നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ അവരെ സഹായിക്കണം. നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ആത്മീകരാകുന്ന ഒരു കൂട്ടം ദൈവമക്കളെ ഈ നാളുകളിൽ ഞങ്ങളുടെ സഭകളിൽ എഴുന്നേൽപ്പിക്കണം. അങ്ങനെ ചെയ്യുവാൻ നീ വിശ്വസ്തനാകിൽ സ്തോത്രം. സകല മാനമോഹത്തോടത്തേക്ക് തരുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, 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 അമേൻ. സമയം അനുവദിച്ചെന്ന മീഡിയ മിനിസ്റ്ററുടെ എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്.